ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ചെറിയൊരു പരീക്ഷണമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അടുക്കളയിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തോ ഒരു കുക്കിംഗ് ആണ്. അപ്പം ഇപ്പോൾ വെളിച്ചെണ്ണൊക്കെ അല്ല എന്തൊരു വിലയാണല്ലേ, നമുക്ക് വാങ്ങാനേ പറ്റില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കലേ ഇല്ല കേട്ടോ. വിളക്ക് കത്തിക്കാൻ വിളക്കെണ്ണ, അടുക്കളയിൽ ഓയിൽ, തലയത്തേക്കാൻ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ, അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ വാങ്ങൽ. അപ്പോൾ നമുക്ക് പപ്പടം വാട്ടുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഓയിലും വാട്ടാം. എന്നാലും ഞാനൊരു പരീക്ഷണം ചെയ്തു നോക്കാൻ പോവുകയാണേ. അപ്പോൾ പപ്പടം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേരം പൊട്ടിപ്പോയി. ഞാൻ ഫ്രിഡ്ജിലാണേ പപ്പടം വെക്കൽ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ട് എടുത്തപ്പോൾ ഇതുപോലെ കഷ്ണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരീക്ഷണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ, എണ്ണയൊന്നും തടവിയിട്ടില്ല. അതിൽ ജസ്റ്റ് ഈ പപ്പടം ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം എന്താ അവസ്ഥ ആവുന്നതെന്ന്. അങ്ങനെ നമ്മളെ പപ്പടം ഇതാ പതുക്കെ പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫുള്ള് പപ്പടാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവുമായിരുന്നു അല്ലേ കാണാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ ഈ പരീക്ഷണം ചെയ്യണം. എന്നിട്ട് ഇപ്പം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാന്ന് കേട്ടോ. ഇപ്പം ഞാൻ പരീക്ഷണം ചെയ്ത പാടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പം തന്നെ നിങ്ങളെ കാണിക്കണമെന്ന്. അങ്ങനെ ഞാനിത് പെട്ടെന്ന് ചെയ്യുന്ന പരീക്ഷണമാണ്. ഫുൾ പപ്പടം ഇനി വാങ്ങിയിട്ട് നാളെ വാങ്ങിയിട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് മടി പിടിച്ചു പോകും. അപ്പോൾ ഉള്ള പപ്പടം വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പം അത്യാവശ്യം നല്ലോണം നമ്മളെ പപ്പടം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്ലോപ്പായി പോവില്ല, നമ്മളെ സംഭവം വിജയിക്കുമായിരിക്കും എന്ന്. ഒരു തുള്ളി എണ്ണ പോലും ഞാൻ തടവിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പപ്പടം വാട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി എണ്ണ പോലും ആവശ്യമില്ല എന്ന് നമുക്കിപ്പം മനസ്സിലാവും. അങ്ങനെ ഞാൻ പിന്നെയും കുറേ പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടു. ആദ്യം ഞാൻ ഒരു പീസ് പപ്പടം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അഥവാ ഫ്ലോപ്പായി പോയാലും ഒരുപാട് ഇട്ടിട്ട് വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ ഞാനിത് ഒരു കഷ്ണം മാത്രം എടുത്തിട്ടാണ് ഞാൻ പരീക്ഷണം നടത്തുന്നത്. എന്തായാലും ഇതാ പിന്നെയും പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പപ്പടം നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ, എണ്ണയില്ലെങ്കിലും പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആക്കിയിട്ട് നമുക്ക് തിന്ന് നോക്കാം. ഞാൻ തിന്നൂല, പപ്പടെല്ലാം ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ടില്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റർമാർ ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായി കഴിഞ്ഞിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യിക്കട്ടെ ഇവരെ കൊണ്ട്. അപ്പോൾ ഇത് ഫ്ലോപ്പ് ആവുമോ അതോ വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മളെ പപ്പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിതിപ്പം തിന്നുമ്പോൾ നമ്മളെ എണ്ണയിലിട്ട് ആ ഒരു ലുക്കൊന്നുമില്ല, പക്ഷെ പപ്പടം പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ നന്ദു അതൊന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചേ. കണ്ടോ, പൊട്ടുന്ന സൗണ്ടെല്ലാം ഉണ്ട്. നല്ല കറുമുറ സൗണ്ട് ഉണ്ടേ. വേവുട്ടിക്ക് തരേ, കുട്ടി കൊടുക്കട്ടെ, കടിക്ക്. കണ്ട, ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോക്കെ. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല. എന്താ അപ്പോൾ നമ്മൾ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ വീട്ടിൽ പപ്പടം കച്ചാൻ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇനി വിഷമിക്കണ്ട. ഇതേപോലെ ഒരു പാനിൽ എടുത്ത് വെച്ച് തിരിച്ചും മറിച്ചു വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പപ്പടം പൊങ്ങി വരും കേട്ടോ. കുഴപ്പമൊന്നുമില്ലേ, എണ്ണയില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ചുട്ട് തിന്നുന്ന പപ്പടം നമ്മൾ ചുട്ടിട്ടെല്ലാം തിന്നൂലേ. ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതാ പൊങ്ങി വരുന്നല്ലോ ഉണ്ടേ, ഉണ്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് കഞ്ഞിയാണ് കേട്ടോ. അതിന് പൃഥ്വിയേട്ടൻ ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പപ്പടവും കൂടെ റെഡിയാക്കിയതാണ് കേട്ടോ. പൃഥ്വിയേട്ടനും കൂടെ കൊണ്ടു കൊടുത്ത് നോക്കട്ടെ, ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നറിയില്ല. അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.